ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, കർഷകർക്ക്, യുവജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, ദരിദ്രർക്ക് ഇവർക്കൊക്കെ പ്രാമുഖ്യം നൽകുന്ന, അതുപോലെ അവരുടെ ക്ഷേമൈശ്വര്യം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പൊതുവിൽ പ്രായോഗികമായിട്ടുള്ള സമീപനമല്ലേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സ്വീകരിച്ചത്? തീർച്ചയായിട്ടും ഈ പറയുന്ന ബജറ്റ് നിർദ്ദേശങ്ങളൊക്കെ പ്രായോഗിക തലത്തിൽ നടപ്പിലാവുകയാണെങ്കിൽ മേൽ ടീച്ചർ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഒരു വളർച്ചയിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ പോകാം. പക്ഷേ ഈ വളർച്ചയെ മാത്രം നമുക്ക് നമ്പിക്കൂടാ എന്നുള്ളതാണ്. കാരണം വളർച്ചയോടൊപ്പം തന്നെ അസമത്വവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്തെ നാഷണൽ സാമ്പിൾ സർവേയുടെ ഏറ്റവും പുതിയ ഉപഭോഗത്തെ സംബന്ധിച്ച സർവേ കാണിക്കുന്നത്. 2022-23 സർവേ കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ അസമത്വം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് നമ്മൾ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വളർച്ചയുള്ള ഒരു രാജ്യമാണ്. IT അടക്കമുള്ള മേഖലകളിൽ വളരെയധികം മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും നമ്മുടെ അസമത്വം ഭയങ്കരമായ തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുന്നു. കർഷക ആത്മഹത്യ കൂടുന്നു. 1600-ൽ പരം കർഷകരാണ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ മാത്രം ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഈ വളർച്ചയോടൊപ്പം തന്നെ നമ്മുടെ ഈ പുനർവിതരണ പ്രവർത്തനങ്ങളും കൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ശ്രീമതി സീതാരാമൻ്റെ തന്ത്രം ഇതാണ്. ആദ്യം വളർച്ചയെ പിന്തുണയ്ക്കുക, വൻ വളർച്ചയുടെ നേട്ടങ്ങൾ ഉയർന്ന നികുതി വരുമാനമായി കൺവേർട്ട് ചെയ്യുക, അങ്ങനെ പരിവർത്തനം ചെയ്ത ആ വിഭവ സമാഹരണത്തിലുണ്ടാകുന്ന നേട്ടം സാധാരണ ജനങ്ങളിൽ എത്തിക്കുക. പക്ഷേ അവിടെ നമുക്ക് കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഈ ബജറ്റിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയധികം ഒന്നുമില്ല എന്ന് കാണാം. ഇപ്പം GST കുറിച്ച് പറഞ്ഞു. GSTയിൽ പല നിരക്കുകളിലും ഒക്കെ കുറവാണ് വരുത്തിയിരിക്കുന്നത്. ശ്രീമതി സീതാരാമൻ പറയുന്നത് നികുതി മാത്രമല്ല, നികുതിയേതര വരുമാനവും പ്രയോജനപ്പെടുത്തും. നമ്മുടെ അസറ്റ്, നമ്മുടെ രാജ്യത്തിൻ്റെ ആസ്തികളുടെ ഫലപ്രദമായ വിനിയോഗത്തിലൂടെ നികുതി ഇതര വരുമാനവും വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ ഒരു ശരാശരിയായിട്ട് നമ്മുടെ പൊതുവിഭവങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് 20-ൽ താഴെ മാത്രമാണ്. GDPയുടെ ഒരു ശതമാനം എന്ന രീതിയിൽ കണക്കാക്കുകയാണെങ്കിൽ. നേരെ മറിച്ച് വികസിത രാജ്യങ്ങളുടെ ടാക്സ് GDP റേഷ്യോ എന്ന് പറഞ്ഞാൽ 35-നും 40-നും ഇടയിലാണ്. അപ്പോൾ നമ്മൾ എത്ര കാലമാണ് ഈ വളർച്ച എന്നും പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും? അതോടൊപ്പം തന്നെ പുനർവിതരണ പ്രവർത്തനങ്ങളും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് പോകണ്ടേ? സത്യത്തിൽ ഈ പുനർവിതരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വികസന പ്രവർത്തനം തന്നെയാണ്. സാധാരണ ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കഴിഞ്ഞാൽ 2047 റോഡ് മാപ്പ് എന്നാണല്ലോ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതെ, ആ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ആ റോഡ് മാപ്പിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു പാത അദ്ദേഹം മുന്നോട്ട് വെക്കുന്നില്ല, അല്ലെങ്കിൽ ധനമന്ത്രിയെ കൊണ്ടത് മുന്നോട്ട് വെപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം. ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീം അത് സംസ്ഥാനങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്യുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് 500 രൂപ വീതം എങ്ങാണ്ടമാണ് ഒരു വൃദ്ധനോ അല്ലെങ്കിൽ വൃദ്ധയ്ക്കോ ഈ കേന്ദ്ര പദ്ധതി പ്രകാരം നൽകുന്നത്. ബാക്കി സംസ്ഥാനങ്ങളാണ് നൽകുന്നത്. ഇതിലൊക്കെ എന്തെങ്കിലും തരത്തിലൊരു വർധനവ് പ്രഖ്യാപിച്ചിരുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു ബാങ്കുകളിലൂടെ ഓരോ മാസവും ഒരു നിശ്ചിത തുക എത്തിക്കുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ആ പണം ഉടൻ തന്നെ വിപണിയിലെത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വ്യവസായ മേഖലയ്ക്ക് ഏറ്റവും വലിയ ഒരു പിന്തുണയാകും. കാരണം വ്യവസായ മേഖലയിൽ മേൽ ടീച്ചർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപാട് തരത്തിലുള്ള സംരംഭകത്വ വികസനത്തിലുള്ള സ്കീമുകളുണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള സ്കീമുകളുണ്ട്, ഇൻറ്റേൺഷിപ്പുണ്ട്. പക്ഷേ
ഈ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് എങ്ങനെയാണ്? കയറ്റുമതിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കയറ്റുമതി അത്രമാത്രമൊന്നും ശോഭനമല്ല. അപ്പോൾ ഇന്റേണൽ ഡിമാൻഡ്, രാജ്യത്തിനകത്തെ ഡിമാൻഡ്, അതൊരു വലിയ ഒരു വിപണിയാണ്. 140 കോടി ജനങ്ങൾ ഉള്ള ഒരു വിപണിയാണ്. ആ വിപണിയിൽ ശ്രദ്ധിച്ച് അവിടുത്തെ ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ അത് മാത്രം മതി ഒരു വ്യാവസായിക കുതിച്ചുചാട്ടത്തിന്. പക്ഷേ ആ ഒരു മേഖലയിൽ ശ്രീമതി സീതാരാമൻ കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് എന്നെ ഒട്ടൊന്ന് നിരാശപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, അതിൻ്റെയൊക്കെ അലോക്കേഷൻസ് യഥാർത്ഥത്തിൽ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്കീം അതേപടി തുടരണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സാധാരണ ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കൃത്യമായ പദ്ധതികൾ അവ വേണം. കാർഷിക മേഖലയ്ക്ക് വൻതോതിൽ അലോക്കേഷൻ വർദ്ധിപ്പിച്ചില്ലേ? കാർഷിക മേഖലയിലെ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുമുണ്ട്. അതിനപ്പുറമായിട്ട് നമ്മുടെ ഗ്രാമീണ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള സ്കീമുകൾ, പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഒരു പക്ഷേ അടുത്ത 2-3 അടുത്ത ബജറ്റുകളിൽ കൂടുതലായി പ്രഖ്യാപിക്കാം എന്നുള്ളതാണോ ശ്രീമതി സീതാരാമൻ്റെ തന്ത്രം എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു രാജ്യത്തെ അസമത്വം വൻതോതിൽ വർദ്ധിക്കുമ്പോൾ നമ്മൾ വികസനത്തെക്കുറിച്ച് ഒരുപാട് വായ്ത്താരി കൊണ്ട് കാര്യമില്ല. വളർച്ച ഉണ്ടാകുന്നുണ്ട്, 7% വളർച്ച ഉണ്ടാകുന്നുണ്ട്. ഈ വളർച്ചയുടെ പ്രയോജനം അത് ഈ ട്രിക്കിൾ ഡൗൺ ഗ്രോത്ത് എന്ന് പറയും. അതായത് മുകൾ തട്ടിൽ വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് താഴെ കിനിഞ്ഞിറങ്ങും എന്നാണ് സാമ്പത്തിക ശാസ്ത്രം പറയുന്നത്. പക്ഷേ അത് പലപ്പോഴും നടക്കുകയില്ല. അതിന് ഇങ്ങനെ കിനിഞ്ഞിറങ്ങണമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന പ്രത്യേകമായ സർക്കാർ പദ്ധതികൾ വേണം, പ്രത്യേകമായ സബ്സിഡി സംവിധാനങ്ങൾ വേണം. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ലോണുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസ വായ്പ 10 ലക്ഷമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സാധാരണ ജനങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ മൂത്രപ്പുരകളുണ്ടോ? ഇപ്പം ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിലൊക്കെ മുന്നോട്ട് പോയ കേരളത്തിൽ പോലും മൂത്രപ്പുരകൾ ഇല്ലാത്ത എത്രയോ സ്കൂളുകളുണ്ട്. അപ്പം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ആരോഗ്യ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങേയറ്റം മോശമായ സ്ഥിതിയിലാണ്. അപ്പോൾ വികസനം കൊണ്ട് മാത്രം കാര്യമായില്ല, വളർച്ച കൊണ്ട് മാത്രം കാര്യമായില്ല. നികുതി വരുമാനം വർദ്ധിക്കണം. നികുതി വരുമാനം വർദ്ധിക്കുന്നതിന് ഇന്നത്തെ 20-ൽ താഴെ ടാക്സ് GDP റേഷ്യോ എന്നുള്ളത് ഒരു 30-ലോട്ട് വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ച് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാനൊക്കെയുള്ളൂ. ഇത് നമ്മുടെ ധനമന്ത്രി കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല. അടുത്ത ബജറ്റുകൾ ഇത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ.